പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പം നമ്മൾ ഗൂഗിൾ മീറ്റ് തുടങ്ങുമ്പോഴെല്ലാവരും ഒത്തിരി പേര് ജോലിയില്ലാത്തതിൻ്റെ വേദനയാണ്. കാരണം ജോലി നഷ്ടപ്പെട്ട്, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജോലിക്ക് കയറാൻ പറ്റണില്ല, ജോലിക്ക് ട്രൈ ചെയ്ത് സഞ്ചരിച്ച് പോകാൻ പോലും പറ്റാത്തവരുണ്ട് പലതരത്തിലും. അപ്പോൾ അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. നിങ്ങൾ അവരെ ഓർക്കണം. നിങ്ങൾക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് എൻ്റെ കാര്യമല്ലെന്ന് വിചാരിക്കരുത്. അത് ക്രിസ്തീയമല്ല. കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളുമല്ല നിങ്ങൾ. അപ്പം അതുകൊണ്ട് ജോലി ഇല്ലാത്തവർ നിങ്ങൾക്കറിയാവുന്നവർ ഈ സമയത്ത് അമ്മമാരാൻ്റെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അത് വലിയ പ്രശ്നമാണ്. ജോലിയില്ലാതെ ജീവിച്ചു കഴിയുമ്പോൾ ഒരു കുടുംബത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാണ്ട് വരും. അതിൻ്റെ പേരിലുണ്ടാകുന്ന വേറെയും ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ വേറെ ഒത്തിരി. സമാധാനം തന്നെ ഉണ്ടാകത്തില്ല. ആധ്യാത്മികതയും പോലും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ വിഷമത്തിലാകും. ഇപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രായമായവരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ പ്രായമായവരെയൊക്കെ ആരും നോടുകയെന്ന് കുത്തുകയെന്ന് ഇടുകയൊന്നും ചെയ്യരുത്. എല്ലാം പണി കിട്ടുന്ന പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പ്രായമായവരോട് മര്യാദയില്ലാതെ പെരുമാറുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദൃശ്യത്തിന് അനുതാപപ്പെടണമെന്നാണ് ഇപ്പോൾ കർത്താവ് ആവശ്യപ്പെടുന്നത്. അവരെ തട്ടിക്കളിക്കുക, ഉന്തി പുറത്താക്കുക, അവർക്ക് വേണ്ട സമയത്ത് മരുന്ന് കൊടുക്കാതിരിക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, അവരെ മനസ്സിനെ പീഡിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പരിപാടികൾ അങ്ങ് അവസാനിപ്പിച്ചേക്കണം. മാപ്പ് ചോദിച്ചേക്കണം. നീ അനുഗ്രഹിക്കപ്പെടും. നീ അനുഗ്രഹിക്കപ്പെടുന്നത് കൊണ്ടാണ് അച്ഛന് ഈ ദർശനം ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഈ ഒരൊറ്റ വിഷയം കൊണ്ട് തന്നെ നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് നിന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നീ ഏറ്റവും മോശം കക്ഷിയാണെന്ന് നീ വിചാരിക്കരുത്. നിന്നെ കർത്താവിനെ അനുഗ്രഹിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ കർത്താവ് പറഞ്ഞില്ലേ ധനികനോട്, നിനക്കൊരു കുറവുണ്ട്. ചിലപ്പോൾ ആ ഒരു കുറവായിരിക്കും ഇത്. ചിലപ്പോൾ ഇതിൻ്റെ പ്രായമുള്ളവരോട് നീ കാണിക്കുന്ന ദാർഢ്യം എന്തെങ്കിലും ആയിരിക്കും. ആ ഒരു കുറവ് ആണെങ്കിലും ഒരു കുറവ് കർത്താവ് അത് പറയും. അല്ല, 9 നന്മയുണ്ടല്ലോ, ഒരു കുറവല്ല, അത് ആരെയില്ലെന്ന് കർത്താവ് കണ്ണടക്കത്തില്ല. ഒരു കുറവ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ കാണിച്ചു തന്നിരിക്കണം, കർത്താവ് ദർശനത്തിൽ കാണിച്ചു തന്നിരിക്കണം ഈ വിഷയമല്ലേ. നിന്നേക്കാൾ പ്രായമായ വ്യക്തി, പ്രായമായി ഇങ്ങനെയൊക്കെ കിടക്കണമെന്ന് നിർബന്ധവുമില്ല. നിന്നേക്കാൾ മുതിർന്ന വ്യക്തികളോട് നീ ഒരു അവഗണനയോ അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യം നീ എൻ്റെ പെരുമാറ്റം ഉണ്ടെങ്കിൽ ഇപ്പം നീ അത് അവസാനിപ്പിച്ചാൽ നിനക്ക് ഇന്ന് കർത്താവ് അനുഗ്രഹം തരും. പ്രത്യേകിച്ച് നല്ല ദിവസമാണ്, അമ്മയുടെ ജന്മദിന ദിവസമായതുകൊണ്ട് ഇതൊക്കെ വലിയ ആഘോഷത്തോടുകൂടി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന വലിയ കാര്യങ്ങളാണ്. ശ്രുതികട ലലിയ കർത്താവെ, പുതിയ രോഗികളെ, കർത്താവ് ജീവിത അവസ്ഥകള്, ജീവിതത്തിന് സമാധാനം, ഓരോരോ കാരണങ്ങൾ കൊണ്ടില്ലാത്തവര്, കേസുള്ളവര്, വീടില്ലാത്തവര്, കർത്താവ് മക്കളുടെ വിദ്യാഭ്യാസം ഒത്തുവരാത്തവര്, അവർക്ക് ജോലിയില്ലാത്തവര്, അഡ്മിഷൻ കിട്ടാത്തവര്, കുടുംബ സമാധാനം ഇല്ലാത്തവര്, ഈശോ അവരെ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ വെക്കാൻ പോണവർ, വെച്ചിരിക്കുന്നവർ, നൈപുണ്യ പരീക്ഷകൾ, അങ്ങനെയുള്ള പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, കർത്താവ് അതിൻ്റെ അവരുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവൻ്റെ മികവിൻ്റെ തെളിവിൻ്റെ പരീക്ഷകളുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, OIT-ക്കാർ, കർത്താവ് അതുപോലെ തന്നെ കർത്താവ് ആദ്യ പരീക്ഷയുള്ളവർ, MOH പരീക്ഷയുള്ളവർ, വ്യത്യസ്തങ്ങളായ യോഗ്യതാ പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, സമാധാനം ഇല്ലാത്തവർ, ഭാര്യാഭർത്താക്കന്മാരെ കർത്താവ് അകന്ന് കഴിയുന്നവർ, ഒരേ വീട്ടിൽ താമസിച്ചിട്ട് മാനസികമായി അകന്ന് കഴിയുന്നവർ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവർ, കർത്താവേ ഗർഭിണികളെ ഉള്ള ഗർഭത്തിച്ചു പിന്നെ രോഗമുള്ളവർ, വയറൊക്കെ വെച്ചിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണിച്ചു തരുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന ഗർഭത്തെ ശിശുക്കളുടെ സൗഖ്യത്തിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ശരീരത്തിലെ വേദന കുരുക്കളുള്ളവരെ, നെറ്റിക്ക് 2-3 കുരുക്കൾ ഒരിക്കലും മാറാൻ നിൽക്കുന്നവരെ ഇപ്പോൾ സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവേ, മുടി കൊഴിച്ചുള്ളവരെ സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവേ, കർത്താവ് ഉള്ളം കാലം ഉച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിൽക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, ഉള്ളം കാലം ഉച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിൽക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്ന, മാരക രോഗങ്ങളെ, തീരാവ്യാധികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കർത്താവ്. കുടുംബ സമാധാനം
ഇല്ലാത്തവര് കർത്താവ് വഴക്ക് കേസുകള് വാക്കാണങ്ങള് പോലീസ് കേസുകള് പല കേസ് അകപ്പെട്ടിരിക്കുന്നവര് വ്യവഹാരങ്ങൾ കർത്താവ് യേശുക്രിസ്തു നീതിയും സമാധാനം നേടുവാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ കുടുംബങ്ങളെ ആശീർവദിക്കപ്പെടട്ടെ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദൈവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. സമാപന ആശീർവാദം മേടിക്കാൻ പോവുകയാണ്. ശിരസ്സ് നമിച്ച് നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്താണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ മുട്ടടിക്കാൻ പറ്റുമെങ്കിൽ മുട്ടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ലതാണ്. അപ്പം ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാണിക്കുന്ന ഒരു കാരുണ്യമില്ലേ, അത് ദൈവനാമത്തിൽ ചെയ്യണതാണത്. അപ്പം നിങ്ങൾ ആ ലിങ്ക് കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെടും. എന്താ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എന്നിട്ട് പിന്നെ നിങ്ങൾ കൃപാസനം തുറക്കുമ്പോൾ വന്ന് മാതാവിനെ കണ്ട് നന്ദി പറഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങളെ കിട്ടുന്ന അവസരങ്ങൾ പിന്നെ ഇപ്പോൾ ഈ ഗൂഗിൾ മീറ്റിലൊക്കെ പങ്കെടുക്കുന്നവർ ഉടമ്പടി ചെയ്യണം മിക്കവർ. അത് ഏറ്റവും നല്ലത്. അങ്ങക്ക് ഇപ്പോൾ നമുക്ക് 2 ഉടമ്പടിയുണ്ട്. തീർത്ഥാടന ഉടമ്പടി ചെയ്തിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ ഇവിടെ വന്ന് പിന്നെ ഓൺലൈൻ ഉടമ്പടി ചെയ്തവരുണ്ട്. ഓൺലൈൻ ഉടമ്പടി ഈ പ്രതീക്ഷനേക്കാൾ ഭയങ്കരമായ ആൾക്കാർക്ക് ഭയങ്കര ആശ്വാസമാണ്. ഞങ്ങളിപ്പോൾ ഒരു സൗഖ്യം കിട്ടുന്നവർ ഗൂഗിൾ മീറ്റിൽ വരും സാക്ഷ്യം പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കും നിങ്ങൾ എന്നാ ചെയ്തത് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി ചെയ്തതെന്ന് പറയും. അപ്പോൾ ഒരു മോള് പറഞ്ഞത് അച്ഛാ ആദ്യം ഞാൻ ചെയ്തത് ലൈറ്റ് ക്യാൻഡിലാണ്, അതുകൊണ്ട് എൻ്റെ രക്ഷാകരമായ യാത്ര എനിക്ക് ഭയങ്കര ചിരിച്ചു പോയി ഞാൻ. കാര്യം അങ്ങനെയൊക്കെ അതോടുകൂടി എൻ്റെ രക്ഷാകരമായ യാത്ര തുടങ്ങിയെന്ന്. പിന്നെ അവർക്ക് ഭയങ്കര ദൈവാനുഗ്രഹം കിട്ടിയ എല്ലാം സന്തോഷത്തോടെ. അപ്പം ദൈവം തന്നെ ആശ്രയിക്കുന്നവർക്ക് ഈ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം മാർഗങ്ങളാണ് തന്നിരിക്കുന്നത്. നമുക്ക് തന്നെ ഓൺലൈൻ ഉടമ്പടി, മലയാളം ഇംഗ്ലീഷ്, ലൈറ്റ് ക്യാൻഡിൽ മലയാളം ഇംഗ്ലീഷ്, പിന്നെ ഗൂഗിൾ മീറ്റ് ഗ്ലോബൽ റോസരി, അത് എത്ര മണിക്കൂർ? 3-3.5 മണിക്കൂർ. അതിൻ്റെ അകത്ത് ദിവ്യകുർബാനയുണ്ട്, ദിവ്യകുർബാന ആരാധനയുണ്ട്, ജപമാലയുണ്ട്, വിഷയങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്കുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു 10-32 കൊല്ലത്തെ ആരാധനയാണ്. ലക്ഷക്കണക്കിന് ജപമാലയും ലക്ഷക്കണക്കിന് ധ്യാനങ്ങളും ഒക്കെ ഇതിൻ്റെ ആസ്തിയാണ്. ഇതിനേക്കാൾ വലിയ ആസ്തിയാണ് ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ചുമ്മാ അമ്മയോട് കൃപാസനത്തിൽ കയറി ചുമ്മാ അമ്മയെന്ന് വിളിച്ചും പോയാൽ മതി. ചുമ്മാ നിങ്ങളുടെ മനസ്സറിയാവുന്ന അമ്മ ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും. പക്ഷേ അച്ഛൻ്റെ സുവിശേഷ പ്രഭാഷണം നിങ്ങൾ കേൾക്കണം. ഓരോരോ ആഴ്ചയിലും പറയുന്ന സുവിശേഷ പ്രഭാഷണങ്ങൾ, ഞാൻ കഥയൊന്നും എനിക്ക് പറയത്തില്ല, ദൈവത്തിൻ്റെ വചനം മാത്രമേ പറയത്തുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആത്മാക്കളുമായിട്ട് നേരിട്ടുള്ള സംവാദനമായതുകൊണ്ട് നമുക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വചനം നിങ്ങൾ ഇത്തിരി ബോറാണെങ്കിലും കഥകളൊന്നും പറഞ്ഞ് ചിലപ്പോൾ ഒരു മധുരം തോന്നിയില്ലെങ്കിലും ആ വചനം മാത്രം മക്കൾ ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധ വെളിപാടുകളൊക്കെ അതാത് ദിവസങ്ങളിൽ കിട്ടുന്ന ദൈവികമായ ജ്ഞാനങ്ങൾ നിങ്ങൾ ദൈവത്തിൽ വളരാൻ, കൃപയിൽ വളരാൻ വേണ്ടി ശ്രദ്ധിച്ച് അത് നടപ്പിൽ വരുത്തി വരുമ്പോൾ നിങ്ങൾ ദൈവ പൈതലായി മാറും. ഇപ്പം കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ പിന്നെ എന്ത് വചന കൃപാസനത്തിൽ നിന്ന് എന്ത് കിട്ടിയ എൻ്റെ മക്കൾ അപ്പോൾ ഷെയർ ചെയ്യണം. കാര്യം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക, മറ്റുള്ളവരെ ഈശോനെ അറിയിക്കുക. അപ്പോൾ ദൈവം നിന്നെ കൃപ നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പം സമാപനാശീർവാദം സ്വീകരിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം ആരാധന 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 യേശുവേ നന്ദി നന്ദി യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ
യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി സ്തുതി. ഹല്ലേലൂയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ ആവേ മരിയ ആവേ ആവേ മരിയ. എന്നെ ഈ അൾത്താരയിലേക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഉദയപുരം ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, എനിക്ക് വർഷങ്ങളായിട്ട് 20 വർഷത്തിന് മുകളിലായിട്ട് എനിക്ക് വായിൽ പുണ്ണുണ്ടായിരുന്നു. എന്നും മിക്കവാറും ദിവസങ്ങൾ വായിൽ പുണ്ണായിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അങ്ങനെ ഒത്തിരി പ്രശ്നമായിട്ടൊന്നുമില്ല, വരും, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ 6 മാസമായിട്ട് എൻ്റെ വായിൽ നിറച്ചും പുണ്ണ് വരും. 2-3 ഒരുമിച്ച് വരും. അത് കഴിഞ്ഞ് അതെല്ലാം ഒന്നായിട്ട് മാറുകയും അത് വലിയ വ്രണം പോലെ, ഈ ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ വരുന്ന പോലെ അത്രയും ഭീകരമായ രീതിയിൽ വരും. നാക്കിൻ്റെ സൈഡിലും അങ്ങനെ ഒത്തിരി ഭയങ്കര ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും വിളിച്ചാൽ സംസാരിക്കാനോ ഒന്നും പറ്റില്ല. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് വിട്ട് അങ്ങനെയൊക്കെയായിരുന്നു എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലാണെങ്കിൽ എഴുതി കാണിച്ചു കൊടുത്ത് അങ്ങനെ എല്ലാം അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് 6 മാസം തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി. സാധാരണഗതിയിൽ അത്രയും പ്രശ്നമായിട്ടൊന്നും വരാറില്ല. വന്നു ഒരാഴ്ച കഴിയുമ്പോഴത്തേനും അങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഈ 6 മാസം തുടർച്ചയായിട്ട് ഇങ്ങനെ മാറാതെ വായിലൊരു റെസ്റ്റും ഇല്ലാത്ത രീതിയിൽ വായിൽ പുണ്ണ് വരും. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഉറക്കവുമില്ല. രാത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ വായിലിങ്ങനെ വെള്ളം വരുന്ന പോലെയാകും. അപ്പോൾ കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കട്ടിലേൽ ഇങ്ങനെ ചാരിയിരുന്ന് തലയിൽ ഇങ്ങനെ കൈവച്ച് അങ്ങനെ ഒരു അവസ്ഥയിലൂടെയായിരുന്നു, ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അതിലിടയ്ക്കൊക്കെ ഡോക്ടേഴ്സിനെ കാണിച്ച് അവർ അത്യാവശ്യം വൈറ്റമിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ തരും. 1-2 പ്രാവശ്യം ആൻറ്റിബയോട്ടിക് തന്നു. പക്ഷെ അതൊന്നും കഴിച്ചിട്ടൊന്നും എനിക്ക് ഒരു കുറവും ഇല്ല. വൈറ്റമിൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഒത്തിരി മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈറ്റമിൻ്റെ പ്രശ്നം കൊണ്ടൊന്നല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഇത് വൈറ്റമിൻ കഴിച്ചാലും കുറയുന്നില്ലാതെ കാണുമ്പം ഏകദേശം അറിയുമല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഇത്രയും ഭയങ്കര ഭീകരമായ രീതിയിൽ വരാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലൊരു സംശയം തോന്നി. ഇത് ക്യാൻസറിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊരു സംശയം തോന്നി. അപ്പം വീട്ടിൽ പറയാൻ, ഹസ്ബൻഡിനോടാണെങ്കിലും പറയാൻ എനിക്കൊരു പേടി. എന്നുവെച്ചാൽ രാജേഷിൻ്റെയൊക്കെയാണെങ്കിലും ഇതൊക്കെ കേൾക്കും ഭയങ്കര ഒരു ടെൻഷനുള്ള ആളാണ്. ഒരസുഖം അങ്ങനെ എന്തെങ്കിലും ഇതാകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. നിവൃത്തിയില്ലാതെ ലാസ്റ്റോടായപ്പോൾ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ ക്യാൻസർ എങ്ങാണ്ടാണോ എന്ന രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞു. പിന്നെ ഒന്ന് നോക്കിയില്ല, പുള്ളിക്ക് ടെൻഷനായി. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഞാനൊന്ന് മംഗലാപുരത്തൊന്ന് കൊണ്ട് കാണിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏതായാലും ഞാനും വിചാരിച്ചു ഇത്രയും വേദന സഹിച്ചില്ലേ, ഇനിയിപ്പോൾ ഒന്ന് മംഗലാപുരത്തായാലും ഒന്ന് കാണിച്ച് ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടേ ഉള്ളൂ എന്നുള്ള, ഒന്നുകിൽ എന്താണെന്ന് കാര്യമൊന്നും എനിക്ക് അറിയണം, അല്ലെങ്കിൽ ഇതൊന്ന് മാറിക്കിട്ടണം എന്ന രീതിയിൽ തന്നെ ഞാനും മടുത്തു, അത്ര മടുത്തു.
വേദന സഹിച്ച് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ അത്ര എത്തി. അപ്പോൾ മംഗലാപുരത്ത് കൊണ്ട് കാണിച്ചപ്പോൾ അവർ ഓരോ ചെക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മരുന്ന് തന്നു, ഒരാഴ്ചത്തേക്ക് മരുന്ന് തന്നു. അത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ മരുന്ന് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് പോകാൻ വേണ്ടി ഞങ്ങളെല്ലാം റെഡിയായിട്ട് ഇരിക്കുമ്പോഴത്തേനും എനിക്ക് 1 വർഷം മുന്നേ യൂട്രസിൽ ചെറിയൊരു മുഴയുണ്ടായിരുന്നു. അത് ഒരെണ്ണമായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം വായിൽ പുണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം എന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേനും എനിക്ക് വയറുവേദന, ഒരു വെള്ളിയാഴ്ച ദിവസം ആകുമ്പോഴത്തേനും എനിക്ക് വയറുവേദന വരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയായി. ഇത് യൂട്രസിൽ ഇങ്ങനെ പ്രശ്നം ഉള്ളത് കാരണം എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടേഴ്സിനെ അന്ന് തന്നെ ആ വേദന സഹിക്കാൻ പറ്റാത്തൊരു വേദനയായത് കാരണം ഞാൻ ഡോക്ടറിനെ അന്ന് കൊണ്ട് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്ന് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ശനിയാഴ്ച ദിവസം തന്നെ പോയി സ്കാനിങ് ചെയ്ത് നോക്കുമ്പം എനിക്ക് ഒരു മുഴയുള്ളിടത്ത് 3 എണ്ണം കൂടെ കൂടി, അങ്ങനെ 4 എണ്ണമായിട്ട് മാറി. 4 എണ്ണമായിട്ട് വന്നപ്പം ബ്ലാഡറിൽ ഇങ്ങനെ തടിപ്പും, അപ്പം യൂറിൻ കംപ്ലീറ്റ് പോകുന്നില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഇൻഫെക്ഷനുമായിട്ട് മാറി. അപ്പോൾ ആ സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർ തന്നെ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ നീ ഒന്ന് പോയിട്ട് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ അങ്ങനെ കാണിച്ച് നല്ല ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല, അത് മൊത്തം സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നീ ഒത്തിരി താമസിക്കണ്ട, യൂറിൻ കൾച്ചറൊക്കെ ചെയ്ത് നീ എത്രയും പെട്ടെന്ന് തന്നെ വേഗം പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് അതും ഒരു ടെൻഷനായി. അപ്പം വായിലെ പുണ്ണ് അവിടെ മാറ്റി വെച്ചു. അപ്പോൾ യൂട്രസിൽ അത് ഇത്രയും പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ അതും ഒരു ടെൻഷനായി. അപ്പോൾ ഞാൻ ഇതേപോലെ മംഗലാപുരത്ത് തന്നെ കൊണ്ട് കാണിച്ചു യൂട്രസിലെ പ്രശ്നം. അങ്ങനെ ക്യാൻസറിന് ടെസ്റ്റ് ചെയ്തു. അന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ട അന്ന് തിങ്കളാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച രാത്രിയിൽ ഞാനിങ്ങനെ ടേബിളിൽ രാത്രി 1:30 ആയപ്പോൾ മാതാവിൻ്റെ ആ ഒരു രൂപം പോലെ എനിക്കിങ്ങനെ കാണാം. അപ്പം എനിക്ക് തോന്നിയാണോ എന്നോർത്തിട്ട് ഞാൻ എനിക്ക് ഫുൾ ഉറക്കമൊക്കെ പോയി. രാത്രി 1:30 ആയപ്പോൾ ഉറക്കമൊക്കെ പോയി. ഞാനിങ്ങനെ ചുമരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കാൻ തുടങ്ങി, എനിക്ക് തോന്നുകയാണോ നോക്കി ഓർത്തുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അന്നപാടെ തന്നെയുണ്ട് ഒരു കുഞ്ഞിനെ എടുത്തിട്ട്, തീരെ കുഞ്ഞായിട്ടുള്ള ഇങ്ങനെ പിടിച്ചിട്ട് മലത്തിൽ പിടിച്ചിട്ടുള്ള ഒരു രൂപം കൂടെ ഞാൻ കാണുന്നു. അപ്പോൾ എനിക്ക് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് ആരും വിളിക്കണമെന്നൊന്നും തോന്നിയില്ല. ഞാൻ അവിടെ തന്നെ കിടന്ന് സ്റ്റക്കായ പോലെ അവിടെ കിടന്നു. പെട്ടെന്ന് അതങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് രാവിലെ വെളുപ്പിന് മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റപ്പോൾ ഞാൻ രാജേഷ് ചേട്ടനോട് പറഞ്ഞു, ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല, ആരോടും പറയുമൊന്നും വേണ്ട, നമുക്ക് അറിയത്തില്ലല്ലോ, ദൈവത്തിൻ്റെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞു. അപ്പോൾ രാജേഷ് ചേട്ടയ്ക്ക് ഒന്നും മനസ്സിലായില്ല, ഒന്നും എന്നോട് പറഞ്ഞില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കൃപാസനത്തിലേക്ക് വരണമെന്നുള്ള ഒരു ചിന്ത മാത്രമായി. നമ്മൾ ട്രെയിനിൽ നിന്നല്ല ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ ഓരോ ഇതൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതിന് മുന്നേ ഞാൻ 1-2 പ്രാവശ്യം കൃപാസനത്തിൽ വരാൻ വേണ്ടി ബുക്ക് ചെയ്തതായിരുന്നു. എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ള ഒറ്റ ആ ഒരു ഇത് തന്നെയായി. എനിക്ക് പിന്നെ അസുഖത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ഇതേ വന്നിട്ടില്ല. അപ്പം അന്ന് പോയപ്പം ഈ യൂട്രസിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ പോയപ്പോൾ അന്ന് ക്യാൻസറിനുള്ള ടെസ്റ്റും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾ ഒന്നും നോക്കിയില്ല, പൈസ ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കാതെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ എന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു എന്നെ മാതാവ് വിളിക്കാൻ വേണ്ടി വന്നതാ, കൃപാസനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ അത്ര അങ്ങനെ ഇതായിട്ട് പറഞ്ഞപ്പം സമ്മതിക്കാതിരുന്നിട്ടൊന്നുമില്ല, നമുക്കൊന്ന് പോയേക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ഇവിടെ വന്നു, ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് അന്ന് എനിക്ക് വരുമ്പം തന്നെ എൻ്റെ വായിൽ പുണ്ണുണ്ടായിരുന്നു. തീരെ സംസാരിക്കാൻ പറ്റാത്ത രീതിയിലായില്ല, ചെറിയായിട്ട് സ്റ്റാർട്ടിങ് ചെയ്തതേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ തൊട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം എനിക്ക് ഫുള്ളായിട്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മാതാവ് എനിക്കിത് മുഴുവൻ എനിക്ക് മാറ്റിത്തരണം. നാക്കിലൊന്നും വന്നു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ എനിക്ക് ഒന്നിനും പറ്റുമൊന്നുമില്ല. അത് കാരണം എനിക്ക് വായിൽ പുണ്ണ് എന്തായാലും മാതാവ് മാറ്റി തന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി. ഞാൻ ഇവിടുന്ന് പോയപ്പം ഇവിടുന്ന് എന്നും ഉപ്പ് ഞാൻ കഴിക്കും, കാരണം എൻ്റെ വയറ്റിലും എല്ലാം അൾസറിൻ്റെ പ്രശ്നമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നുകൊണ്ട് ഞാൻ എന്നും ഉപ്പ് കഴിക്കുകയും ചെയ്യും. നെറ്റിയിൽ കുരിശും വരക്കും, വയറിൽ
തൈലം പൂശും. യൂട്രസിൻ്റെ പ്രശ്നമുള്ളത് കാരണം വയറിൽ ഞാൻ തൈലം പൂശി അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഇവിടുന്ന് വന്ന് ആ വായിൽ പുണ്ണ് പോലും എനിക്ക് പിന്നെ കൂടുതലായി വന്നിട്ടുമില്ല. എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം വരുത്താത്ത രീതിയിൽ മാതാവ് ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നെ കൊണ്ടുപോയി. ഒരു പ്രശ്നവും എനിക്ക് വായിലല്ല, ചെറിയൊരു മുറിവ് വന്നാൽ പോലും എനിക്ക് എന്താ പറയുക, അത്രയും വലിയ പ്രശ്നമായിട്ട് മാറും. ആ നാക്കിലാണെങ്കിൽ നാക്ക് സൈഡ് മുഴുവൻ പഴുത്ത് ഒരു ഭീകരാവസ്ഥയിൽ തന്നെയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. രാത്രിയിലാണെങ്കിലും വായിലിങ്ങനെ വെള്ളം വന്ന് ഉറക്കമില്ല. രാത്രി ഞാൻ ഉപ്പ് വെള്ളമൊക്കെ കൊണ്ടിട്ട് ആകുമ്പം ജീവൻ പോകുന്ന പോലത്തെ ഒരു വേദനയാണ്. അപ്പോൾ ഞാൻ ബൈബിളും അതുപോലെ കൊന്തയും പിടിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഈ ചിലവർ പറയും എന്ന് കേൾക്കാം, പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉറക്കം വരും, സാത്താന്മാർ കയറി വരും എന്നൊക്കെ പറയുന്നത് കാരണം അങ്ങനെ സാത്താനെങ്കിലും കയറി വരട്ടെ എന്ന് ഓർത്തണം. എനിക്ക് എങ്ങനെയും ഉറങ്ങണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ഈ നന്മ നിറഞ്ഞു എത്രയും തേയുള്ള മാതാവി ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് കിടക്കും. അങ്ങനെ ചൊല്ലിക്കൊണ്ട് അങ്ങനെ കിടന്ന് അത്ര ഒരു ഭീകരതാവസ്ഥയിലായത് കാരണം അങ്ങനെ ആ പ്രാർത്ഥന ചൊല്ലി ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ തന്നെ അങ്ങനെ ഉറങ്ങിപ്പോന്നി ആ ഒരു ഇത് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ എല്ലാ ദിവസവും ആ ഒരു രീതി തന്നെ അങ്ങോട്ട് തുടങ്ങി. അപ്പം ഈ ഇപ്പം 6 മാസമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വായിൽ ചെറിയ പല്ല് തട്ടിയിട്ടൊക്കെ മുറിവ് വന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. എനിക്കൊരു പഴുക്കോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാതെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 6 മാസമായിട്ട് എനിക്കിപ്പോൾ ഒരു വായിൽ പുണ്ണോ കാര്യങ്ങളോ എനിക്കൊരു പ്രശ്നവും ഇല്ല. എൻ്റെ യൂട്രസിലെ പ്രശ്നമാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട, യൂട്രസിലെ മുഴയുടെ ഒരു പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമുള്ള സ്ഥലത്ത് ഒരു ഇതുമില്ല. ആ മുഴയുടെ ഇതൊക്കെ അങ്ങ് നീങ്ങിപ്പോയിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ എൻ്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. എനിക്കതുകൊണ്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ 15 വർഷമായിട്ട് ഞാൻ കണ്ണട ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ ഒരു ദിവസം രാത്രിയിൽ കുരിശ് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പം എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ, കണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അത്ര ഇതാക്കിയിട്ടില്ല. എനിക്ക് കണ്ണിന് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ചെറുതായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു പുറത്ത് പോയി നോക്കെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ട് കണ്ണട മാറ്റി നോക്കാൻ എന്നോട് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു മനസ്സിൽ തോന്നൽ വരുന്നു. അപ്പം ഞാൻ കണ്ണട മാറ്റിയിട്ട് പുറത്ത് പോയി നോക്കുമ്പോൾ എനിക്ക് ദൂരക്കാഴ്ചയായിരുന്നു ഇല്ലാതിരുന്നത്. ഞാൻ റോഡിലും അങ്ങോട്ടും നോക്കുമ്പോഴത്തേനും എനിക്ക് നല്ല രീതിയിൽ കാണാനും പറ്റുന്നതും, ഞാൻ കണ്ണട മാറ്റി വീടിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് ഫുൾ എനിക്ക് നേരത്തെ ഒന്നും കാണത്തില്ലാത്ത ആ ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഞാൻ നോക്കി ഫുൾ എനിക്ക് ക്ലിയറായിട്ട് കാണാം. അങ്ങനെ ഞാൻ നിയോഗത്തിലോ ഒന്നിലും വെക്കാത്ത രീതിയിൽ തന്നെ മാതാവ് എന്നെ അങ്ങനെ ഒരു അനുഗ്രഹം തന്ന് അനുഗ്രഹിച്ചു. പിന്നെ മൈഗ്രെയിൻ്റെ പ്രശ്നം 3-4 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എപ്പോഴും തലവേദന, ഈ പാരസിറ്റമോൾ കഴിച്ച് വല്ലാത്തൊരവസ്ഥ. എനിക്ക് യാത്ര ചെയ്യത്തില്ല, ഒരു വെയിലോ അങ്ങനെ ഒന്നും തട്ടത്തില്ല, എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു മൈഗ്രെയിൻ്റെ ഇതുള്ളതുകൊണ്ട്. അപ്പം ഈ ഉടമ്പടി തൈലവും എന്ന് ഞാനിങ്ങനെ നെറ്റിയെ പുരട്ടുമായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഉടമ്പടി തൈലം നെറ്റിയെ പുരട്ടും, കഴിക്കുകയും ചെയ്യും. ഞാൻ പറയും ഉള്ളിലത്തെ എല്ലാ അസുഖങ്ങളും കുറയട്ടെ, അതുകൊണ്ട് ഞാൻ എന്നും ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ കഴിക്കും. അങ്ങനെ എനിക്ക് വെരിക്കോസിൻ്റെ പ്രശ്നവും മൈഗ്രെയിൻ്റെ പ്രശ്നവും ഇതെല്ലാം എനിക്ക് മാതാവ് മാറ്റിത്തന്നു. ഇച്ചിരി ഭക്ഷണ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുകയും ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും രോഗികൾക്ക് പൈസയായിട്ടും അതുപോലെ വീട് പണിയാൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കലുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഇവിടുന്ന് പോകുമ്പം തന്നെ ട്രെയിനിൽ പറ്റുന്നവർക്കൊക്കെ കൊടുക്കും. അതല്ലാതെ നാട്ടിൽ അവിടുന്ന് വീടുകൾ തോറും ഇറങ്ങി കൊടുക്കും, അല്ല കാണുന്നവർക്കും എല്ലാവർക്കും ഞാൻ അങ്ങ് കൊടുക്കും. പിന്നെ
ഈ ഡെയിലി ബ്രെഡ് ദിവസവും കാണുമായിരുന്നു. അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യലുണ്ട്, സ്റ്റാറ്റസ് ഇടലുണ്ട്. അതുപോലെ അച്ഛൻ്റെ ധ്യാനം ചില ചൊവ്വാഴ്ചകളിൽ കൂടാൻ പറ്റിയില്ലെങ്കിലും ഞാനത് അന്നേരം പിറ്റേ ദിവസമായാലും ആ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും അത് കൂടി അത് തീർക്കാറുണ്ട്. ഉപവാസം എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഉപവസിക്കലുണ്ട്. ഇങ്ങനെ പല ബുദ്ധിമുട്ടുള്ള കാരണം മരുന്നൊക്കെ ഇടയ്ക്ക് കഴിക്കുന്ന കാരണം ഞാൻ ഉപവാസം നല്ലപോലെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഉപവസിക്കലുണ്ട്. ബൈബിൾ വായന എനിക്കങ്ങനെ നിശ്ചിത സമയം അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ അടുത്ത് വായിക്കും. ജപമാലയാണെങ്കിലും എനിക്ക് തോന്നുന്ന സമയത്ത് എല്ലാം ഞാൻ ചൊല്ലും. യാത്രയിലാണെങ്കിലും വിശ്വാസ പ്രമാണം ഞാൻ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാനൊക്കെ പോകുകയും വരുകയും എല്ലാം ചെയ്യുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ വരും. അതുപോലെ എനിക്ക് കഴിഞ്ഞ 3 മാസമായിട്ട് കഴുത്തിന് ചെറിയ വേദനയുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നും ഈ ഉടമ്പടി തൈലം ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് ഒരു അനുഗ്രഹം മാതാവ്, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്കിപ്പോൾ ഒരു പേടിയില്ല. നല്ലൊരു ധൈര്യം, മാതാവ് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരൊറ്റ ധൈര്യം, ഈശോയും മാതാവ് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും. എത്ര പ്രശ്നം വന്നാലും എനിക്ക് നല്ലൊരു ധൈര്യം തോന്നുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം എൻ്റെ തിരിയിൽ മാതാവിൻ്റെ രൂപം പൊങ്ങി വരുകയും അതുപോലെ ആ തീ നാളത്തിനകത്ത് മാതാവിൻ്റെ ആ ഒരു നിഴൽ പോലെ കാണുകയും അതിൻ്റെ നടുക്കൊരു ചെറിയൊരു വെള്ളവെട്ടം പോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ കൂടുതലും പ്രാധാന്യം കൊടുത്തത് മെഴുകിനകത്ത് മാതാവിൻ്റെ രൂപം ഇങ്ങനെ പൊങ്ങി വരുന്നതായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചതിനകത്തുനിന്ന് ഒരു ഓസ്തി പോലെ ഇതാവുകയും ആ വെള്ളവെട്ടത്തിൻ്റെ നടുക്കൂടെ ചുറ്റിനും ഒരു റെഡ് കളർ ഫോട്ടോയിൽ തന്നെ ഇതായി മാറി. പെട്ടെന്ന് എനിക്ക് ആകെ ടെൻഷനായി. അപ്പം ഞാൻ എല്ലാവരെയും ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോയിൽ തന്നെ ആയത് കാരണം ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒത്തിരി തിരിയിലും മാതാവിൻ്റെ രൂപവും മാതാവ് ഉണ്ണീശോനെ എടുത്തിരിക്കുന്ന ആ രൂപവും അങ്ങനെ മഴവില്ല് പോലെ അങ്ങനെ പല രീതിയിൽ ഇപ്പം ഞാൻ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ് കളർ പോലെ എൻ്റെ തിരിയിൽ എപ്പോഴും തന്നെ കാണുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും മാതാവ് എനിക്ക് തന്നു. ഇതെല്ലാം ചെയ്ത മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ഇത് ഞാൻ കൊണ്ടുവന്ന തിരി എൻ്റെ വീട്ടിലായ തിരിയുടെ ഇതായത്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു.